കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വിവിധയിടങ്ങളിൽ അനധികൃത വഴിയോര കച്ചവടവും ലഹരി വസ്തു വിൽപ്പനകളും തടയണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി നൽകിയ പരാതികൾ അവഗണിക്കുന്നതിനെതിരെ കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള തീരുമാനത്തിൽ വ്യാപാരികൾ. വിവിധ പരാതികൾ അറിയിച്ചിട്ടും പരിഹാരം കാണാത്ത സ്ഥിതിക്കാണ് വ്യാപാരികൾ സമരത്തിന് ഒരുങ്ങുന്നത്. വ്യാപാരികൾ വിവിധ വിഷയങ്ങളിൽ കേരള വ്യാപാരി വ്യവസായ സമിതി പല പരാതികളും നിവേദനങ്ങളും മുനിസിപ്പാലിറ്റിയിൽ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്താൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും നിവേദനം നൽകി. തെരുവോര കച്ചവടം നിയന്ത്രിക്കുക, മുനിസിപ്പാലിറ്റിയിലെ വിവിധയിടങ്ങളിൽ അനധികൃതമായി നടക്കുന്ന ലഹരി വിൽപ്പന അവസാനിപ്പിക്കുക, പച്ചകുത്ത് കേന്ദ്രങ്ങൾ നിർത്തലാക്കുക, ബസ് സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റി ഉടമസ്ഥതയിലുള്ള കോംപ്ലക്സിൽ വെള്ളത്തിനുള്ള സൗകര്യവും ശുചിമുറികളും ഏർപ്പെടുത്തുക, പച്ചക്കറി മത്സ്യ മാർക്കറ്റ് റോഡ് ടാറിംഗ് ചെയ്യുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധ സമരം നടത്താൻ പോകുന്നത്. കേരള വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പനയിലെ വ്യാപാരികളുടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല നിവേദനങ്ങളും പരാതികളും കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയുണ്ടായി. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ തന്നെ നേരിട്ട് അതിനകത്ത് സാക്ഷികളുമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. വ്യാപാരി വ്യവസായി ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ പരാതി കൊടുത്തിട്ടും നാളിതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവോര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് കട്ടപ്പനയിൽ കുന്തളംപാറ റോഡിലും നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും വാഹനങ്ങളിലും അല്ലാതെയായിട്ട് തെരുവോര വ്യാപാരം നടത്തുന്നത് അത് നിർത്തലാക്കണമെന്നും വ്യാപാരികൾക്ക് അത് ഒരിക്കലും അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതല്ലെന്നും, അതായത് ഇപ്പം ഉള്ള വ്യാപാര മാന്ദ്യം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ കടുത്ത വേനലും കൂടി വന്നപ്പം വ്യാപാരികൾക്ക് കൈനീട്ടം വയ്ക്കാത്ത രീതിയിൽ പോകുന്ന പല വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള സ്ഥിതിക്ക് അവർക്കൊരിക്കലും ഇങ്ങനെ ഈ തെരുവോര വ്യാപാരമായിട്ട് വരുമ്പം അത് ആ വ്യാപാരവും കൂടെ അവർ കൊണ്ടുപോയി കഴിയുമ്പം കട്ടപ്പനയിലെ വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുന്ന ഞായറാഴ്ച ദിവസം കുന്തളംപാറ റോഡിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് വസ്ത്രങ്ങളും മറ്റ് സ്റ്റേഷനറി ഐറ്റങ്ങള്, ഫ്രൂട്ട്സ്, പച്ചക്കറികൾ അങ്ങനെയൊക്കെയുള്ള വ്യാപാരങ്ങൾ നടത്തുന്നു. അതുപോലെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പച്ചകുത്ത് എന്ന് പറഞ്ഞാൽ HIV പോലുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യമുള്ള രീതിയിലുള്ള അതൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ആ തെരുവോരത്തിരുന്ന് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ മറവിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ അവിടെ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന അന്യ സംസ്ഥാനക്കാർ. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കോംപ്ലക്സിൽ അവിടെ വെള്ളമില്ല, അവിടെ സ്ത്രീകളടക്കമുള്ളവർക്ക് ശുചിമുറിയുടെ സൗകര്യമില്ല എന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു പരാതി കൊടുക്കുകയുണ്ടായി. അതിന് നടപടിയെടുക്കാമെന്ന് മുനിസിപ്പാലിറ്റി മുമ്പ് അറിയിച്ചിരുന്നു. നാളെ ഇതുവരെയായിട്ടും ആ 50ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ഹോട്ടലും ബേക്കറികളും കൂൾബാറുകളടക്കമുള്ള സ്ഥാപനങ്ങൾ ഉണ്ട്. അവിടെ ജോലി ചെയ്യുന്നവരും തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾക്കും ഒരു ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരു കമ്പോസ്റ്റ് സ്റ്റേഷൻ ഉപയോഗിച്ച് ആണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ടോയ്ലറ്റിന്റെ സംവിധാനവും കുടിവെള്ളത്തിനുള്ള സംവിധാനവും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും നാളെ ഇതുവരെ നടന്നിട്ടില്ല. അപ്പം മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയർപേഴ്സണുമായിട്ട് സംസാരിച്ച് കഴിയുമ്പം ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ എടുത്ത് പോകാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ പച്ചക്കറി മാർക്കറ്റും മത്സ്യ മാർക്കറ്റും അവിടുത്തെ ടാറിങ് ഇളകി ഗതാഗത യോഗ്യമല്ലാതായിട്ട് കാലങ്ങളായി. അതിന്റെ പരാതികളും നമ്മളിവിടെ കൊടുത്തിരുന്നു. അതിന് നടപടിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ ഒരു ടാറിങ്ങിന്റെ ഭാഗത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള നടപടി ഉടനെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി ഇന്ന് വീണ്ടും ഒരു നിവേദനം ചെയർപേഴ്സണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അടിയന്തരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ വരും ആഴ്ചകളിൽ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു കുത്തിയിരിപ്പ് സമരം ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു നടപടിക്രമങ്ങളിലോട്ട് പോകാതെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ഇതാണെന്നുള്ള രീതിയിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പറഞ്ഞ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു. ഇതിനു മുന്നോടിയായി നഗരസഭാ സെക്രട്ടറിക്കും നഗരസഭാ ചെയർപേഴ്സണും നിവേദനം നൽകി. കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, സെക്രട്ടറി ലൂയിസ്, PJ കുഞ്ഞുമോൻ, ഷിനോജ് വിവാസ്, A അയ്യപ്പുകുട്ടി എന്നിവർ ചേർന്ന് നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.